എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യനന്ദ. ഒരു മാസമായി നീണ്ടുനിന്ന വായനാ പക്ഷാചരണം സമാപിച്ചു. PNUP സ്കൂൾ ഇലക്ഷൻ ചൂടിൽ. കാഞ്ഞിരമുക്ക് PNUP സ്കൂളിൽ ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഒരാഴ്ചയായി അധ്യാപകരും കുട്ടികളും. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പിന്തുടർന്നു കൊണ്ടാണ് ഇന്ന് വോട്ടെടുപ്പ് നേരിടുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കാനുള്ള അവസരം, വോട്ടഭ്യർത്ഥന പ്രചരണം തുടങ്ങി. സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഒരാഴ്ചയായി തിരക്കിലായിരുന്നു. സ്ഥാനാർത്ഥികളെ 4 ഹൗസുകളായി തരംതിരിച്ച് അവർക്ക് പേന, പുസ്തകം, ബാഗ്, ബോർഡ് എന്നീ ചിഹ്നങ്ങൾ നൽകിയിട്ടാണ് അവർ മത്സരത്തിനൊരുങ്ങുന്നത്. ക്ലാസ് ലീഡർമാരെയും അത് കഴിഞ്ഞ് സ്കൂൾ ലീഡറെയും ഈ രീതിയിൽ തെരഞ്ഞെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ PNUP സ്കൂളിലുണ്ട്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഉള്ളത് ഒന്ന് വിശദീകരിക്കാമോ? ആര്യനന്ദ, ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90% പോളിംഗും നടന്നു കഴിഞ്ഞു. വളരെ സമാധാനപരമായാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി 7 ശിവാനിയാണ് വോട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ശിവാനി? പ്രതീക്ഷയുണ്ടോ? പോളിംഗ് പൂർത്തിയായാൽ ഇന്ന് തന്നെ വോട്ടെണ്ണൽ നടക്കുമോ അതോ പിന്നീടൊരു ദിവസമാണോ? കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ പോളിംഗ് ഓഫീസറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇന്ന് വളരെ വിജയകരമായിട്ട് സമാധാനപരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ മുതൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, അതേപോലെ തന്നെ സുരക്ഷാ ചുമതല എല്ലാം വിദ്യാർത്ഥികൾ വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ഭാവി പൗരന്മാരായ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പ്രായോഗികമായി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ അതിൽ പങ്കാളികളായത്. എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പുലർത്തുന്നു. ഇനി അത് ഏതാനും നിമിഷങ്ങൾക്കകം ബാലറ്റ് പെട്ടികൾ വളരെ സുരക്ഷിതമായി കുട്ടികളുടെ നേതൃത്വം, സുരക്ഷാ ചുമതലയുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ഉടൻ വോട്ടെണ്ണൽ നടക്കുകയാണ്. ആ വോട്ടെണ്ണൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ രീതിയിൽ ആ ജയിച്ച സ്ഥാനാർത്ഥികൾ നമ്മുടെ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ നടക്കും. അതിനുശേഷം വിജയപ്രഖ്യാപനം, സ്ഥാനാർത്ഥികളുടെ ഫലപ്രഖ്യാപനവും അതുപോലെ വിജയാഘോഷവും നടക്കുന്നതാണ്. വോട്ടിംഗ് പൂർത്തിയായി തുടങ്ങി. ഇന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. മുഴുവനും ഇലക്ഷന്റെ മാതൃകയിൽ തന്നെയാണ്. PNUP തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബാലറ്റ് പേപ്പറുകളും വോട്ടിംഗ് മെഷീനും ഉപയോഗിക്കുന്നുണ്ട്. ബൂത്ത് ഏജന്റുമാരായും പ്രിസൈഡിംഗ് ഓഫീസർമാരായും കുട്ടികൾ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചോ എന്ന് നമുക്കറിയാം. എന്താണ് പുതിയ വിവരങ്ങൾ? ഞാനിപ്പോൾ PNUP-യിലുണ്ട്. ഓരോ ക്ലാസ്സിലെയും ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 4A-യിൽ 10 വോട്ടുകൾ നേടി മുഹമ്മദ് ഷാൻ വിജയിച്ചിരിക്കുകയാണ്. 4B-യിൽ ദക്ഷ 9 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. 4C-യിൽ വേദ 10 വോട്ടുകൾ, മുഹമ്മദ് ഷാൻ 10 വോട്ട്. 5A-യിൽ ശ്രീയ 10 വോട്ടുകൾ, റസാൻ അഹമ്മദ് 10 വോട്ടുകൾ ഒപ്പത്തിനൊപ്പമാണ്. 5B-യിൽ മുഹമ്മദ് സിനാൻ 1 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. 5C-യിൽ അൻസിന ഫാത്തിമ 4 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 5D-യിൽ റൈഹാത്ത് 4 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 5E-യിൽ അഭിനന്ദ് 2 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 6A-യിൽ ഹന ഫാത്തിമ 2 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 6B-യിൽ അർജുൻ 16 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 6C-യിൽ മുഹമ്മദ് ഹയാൻ 12 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 6D-യിൽ മുഹമ്മദ് ഫൈസാൻ 4 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 6A-യിൽ ഹാനിയ 1 വോട്ട് വിജയിച്ചിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 7A മുഹമ്മദ് ഫൗസുലാമീർ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ 10 വോട്ടിന് വിജയിച്ചിരിക്കുകയാണ്. 7B-യിൽ മുഹമ്മദ് സിനാൻ 19 വോട്ടുകൾ നേടി ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. 7C-യിൽ അലീന സുനിൽ 24 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. 7D-യിൽ ഫർഹ ജെബിൻ 20 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. 7E-യിൽ മുഹമ്മദ് ജിയാദ് 12 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. ഇനി സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അലീന സുനിലാണ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലീഡറായി മുഹമ്മദ് ജിഹാദിനെ തെരഞ്ഞെടുത്തു.